ചത്ത ശവത്തെ വലിച്ച് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. ആ ചത്ത ശവത്തെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നു. ആ ചത്ത ശവം കൊണ്ടുവരുന്ന സമയത്ത് ഇരിക്കുന്ന ഇരിപ്പ് കണ്ട കഷ്ടം തോന്നും. ഇതിനോട് ചേർത്ത് പറയാവുന്ന വാക്കാണെന്ന് അറിയില്ല. പെറ്റ തള്ള കണ്ട സഹിക്കില്ല. ആ ഇരിപ്പ് അയാളുടെ ഇരിപ്പ്, ഓണത്തപ്പന്റെ ഇരിപ്പ്. ആകെ ആകെ മൂടിയിട്ട് ഒരു പേരിട്ടു, ഞങ്ങൾ സമാധി ഇരുത്താൻ പോവാണെന്ന്. അച്ഛൻ പറഞ്ഞിട്ടുണ്ട് സമാധി ഇരുത്തണമെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ സമാധി ഇരുത്താൻ പോവാണെന്ന് പറഞ്ഞു. പിന്നെ ആരൊന്നും പറയില്ലോ. സമാധി പറയുമ്പോൾ ദൈവവുമായിട്ടുള്ള കണക്ഷനൊക്കെ അതിനകത്ത് വരുന്നുണ്ടല്ലോ. അങ്ങനെ സമാധി ഇരുത്താൻ പോകുന്നു പറഞ്ഞപ്പോഴേക്കും നാട്ടിൽ കുറെ എളിമ്പ്യന്മാർ എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ കേരളത്തിൽ എല്ലായിടത്തും ഉണ്ട് കുറുവടി ഗോപാലന്മാര്. അവര് വന്നു, ജയ് ശ്രീരാം. ഇതിനെ ആരും വിമർശിക്കരുത്, ഇതിനാരും ചൂണ്ടിക്കാണിക്കരുത്, ഇതിന്റെ പേരിലാരും കേസിന് പോകരുത്. ജയ് ശ്രീരാം. ഇത് ഞങ്ങൾ ഹിന്ദുവിന്റെ പ്രശ്നമാണ്. ഇതൊക്കെയാണോ ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ? ഹിന്ദുവിന്റെ പ്രശ്നങ്ങൾ ഇങ്ങനെ തന്നെയാണ് ഹിന്ദു നശിക്കുന്നത്. അനാചാരങ്ങളെ മുഴുവൻ ആചാരങ്ങളാക്കി. ഏതായാലും നെയ്യാറ്റിങ്കര ഗോപൻ ജീവിച്ചിരിക്കുന്ന സമയത്ത്, കോണത്തപ്പൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് ആ ചുറ്റുവട്ടത്തിൽ 10 ആളാണ്. നീ അറിഞ്ഞു, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതേ തക്ക വിധത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇപ്പൊ സെലിബ്രിറ്റി ആയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മളുടെ ബാങ്ക് അവധിയൊക്കെ ഉണ്ടല്ലോ, അതിൽ വരും കോണത്തപ്പൻ ജന്മദിനം, കോണത്തപ്പൻ ജന്മദിനം. അന്ന് ഇയാളെ കൊണ്ട് അവിടെ പണ്ടാരടങ്ങിയിട്ട് അതിലെന്തോ ക്രമക്കേട് കണ്ട സമയത്ത് അവിടെ പോലീസുകാർ വന്നു, അവിടെ ഡെപ്യൂട്ടി കളക്ടർ വന്നു. അതനുബന്ധപ്പെട്ട് മറ്റുള്ള ആൾക്കാർ വന്ന സമയത്ത് എന്തൊക്കെയാണ് അവരവിടെ കാണിച്ചു കൂട്ടിയത്. ആ കാണിച്ചു കൂട്ടി കണ്ടപ്പോൾ തന്നെ ആളുകൾക്ക് മനസ്സിലായി ഇതിലെന്തോ ലുക്കിലൊടുക്കുണ്ടെന്നും എന്തോ ഉണ്ടച്ചുരുട്ട് പരിപാടിയെന്ന് മനസ്സിലായി. എന്നിട്ട് അതിന്റെ ഇടയിൽ അവിടെയും അറസ്റ്റുകാരെ അറുതന്റെ അടുത്ത് വരുമല്ലോ, വന്നോണ്ട് പറഞ്ഞു അപ്പുറത്ത് താമസിക്കുന്ന ആര് മുസ്ലിം, അയാളാണ് കാരണം, മുസ്ലിമാണ് കാരണം, അത് ക്രിസ്ത്യാനിയാണ് കാരണം. എന്നിട്ട് അവരെ നെഞ്ചത്ത് കയറി. പിന്നെ അവരായാലും അയാള് ഒരു മുഴുനീള രോഗിയായിരുന്നു. ഈ രോഗങ്ങളൊന്നും അയാൾക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല. അയാൾ ആ രോഗത്തിൽ കിടന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ദിവസവും കാലത്ത് ബ്രേക്ക്ഫാസ്റ്റിന് ഇത്ര മരുന്ന്, ദിവസങ്ങളിൽ ലഞ്ച് സമയമാകുമ്പോൾ ഇത്ര മരുന്ന്, ഇതൊക്കെ കഴിച്ചിട്ടാണ് ജീവിച്ചിരുന്നത്. ജീവിക്കാനുള്ള മോഹം. ചത്ത് കഴിഞ്ഞ സമയത്ത് അച്ഛൻ പറഞ്ഞു എന്നെ ഇങ്ങനെ കുഴിച്ചിടണം, അങ്ങനെ കുഴിച്ചിടണം, സമാധിയാക്കണം, അതിന്റെ മേലെ തറപണിയണം. ചത്ത് കഴിഞ്ഞ പോയടോ, എല്ലാവരും പോയി. പിന്നെ അതിന്റെ മേലെ തറപണിയണം, പിടിക്കുന്നതൊക്കെ പ്രാകൃതമാണതെല്ലാം, ശവാരാധനയാണതെല്ലാം. ഇത് ശരിക്കും വേണ്ടത് ഇയാളെയും ഇയാളുടെ മറ്റേ മക്കളെയും, അയാളുടെ ഒരു ഭാര്യയുണ്ട്, അവരെന്തൊക്കെയാ കാണിക്കുന്നത്. അവരാണ് നമ്പർ 1 കള്ളി എന്ന് എനിക്ക് തോന്നുന്നത്. അവരെയും മക്കളെയും പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് നല്ല പണ്ടത്തെ ഇത് ഇടിയൻ ഒരു പേര് രാഘവൻപിള്ളയല്ല, അങ്ങനെ പറയുണ്ടായിരുന്നല്ലോ, അത്ര ആൾക്കാരാണ് വേണ്ടത്. പണ്ടത്തെ ബുദ്ധി എന്ന് പറഞ്ഞാൽ സമബുദ്ധി എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ചത്ത് കഴിഞ്ഞ് ശവത്തെ ഇങ്ങനെ കൊണ്ടിരുത്തിയിട്ട് എന്തൊക്കെയാ കാണിക്കുന്നത്. എന്നിട്ട് അതിന് സമാധി എന്ന് പേര്. ആ നാട്ടിൽ ആമ്പിള്ളേരില് തല്ലി കൊണ്ടുപോയിട്ട് വല്ല കൂടെ വെച്ച് തല്ലി തകർക്കണോ സമാധി, എന്നിട്ട് ജയിലിൽ പോവും.